പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇരമ്യാ പ്രവാചകൻ പ്രവചന ആത്മാവിൽ പറഞ്ഞൊരു വചനം ഇങ്ങനെയാണ്. 50-ാം അധ്യായം അതിന് 34-ാമത്തെ വാക്യം അവസാന ഭാഗം. അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും. സ്തോത്രം. അവരുടെ വ്യവഹാരം അവൻ ശ്രദ്ധയോടെ നടത്തും. ആരുടെ? അതിൻ്റെ മുൻപുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഇസ്രായേൽ മക്കളുടെയും യഹൂദാ ജനത്തിനും വേണ്ടി വ്യവഹാരം നടത്തുന്ന ദൈവം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിനു വേണ്ടി നീതി നടത്തുന്നവനായ ഒരു ദൈവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് ദൈവം തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത്? ആ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്, അവരിപ്പോൾ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുക, അവരെ ബദ്ധരാക്കി കൊണ്ടുപോയിരിക്കുക. എന്താ? ശത്രു അവരെ ബദ്ധരാക്കി കൊണ്ടുപോയിരിക്കുക, അവരെ പീഡിപ്പിക്കുക, അവരെ നിരാലംബരാക്കി വെച്ചിരിക്കുക, അവരെ കെട്ടിയിട്ടിരിക്കുക. ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ചില അനുഭവത്തിലായിട്ട് ദൈവജനത്തെ ആക്കി വെച്ചിരിക്കുക. പക്ഷെ അങ്ങനെയുള്ള ജനത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ പ്രവചിക്കുവാൻ ഇരമ്യാവിന് ദൈവാത്മാവ് ദൂത് പറയുന്നു, നീ പ്രവചിക്കുക. ദൈവം അവർക്ക് വേണ്ടി വ്യവഹാരം നടത്താൻ പോവുക, ദൈവം അവരെ വിടുവിക്കാൻ പോവുക. എന്നെ ശ്രദ്ധിക്കുന്ന ആ ദൈവമക്കളെ, നമ്മൾ ഇന്ന് പലരാൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുക. പീഡനം പല നിലയിലാണ്. മാനസിക പീഡനവും ശാരീരിക പീഡനവും ഒക്കെ ഉണ്ട്. പല നിലയിലാണ് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തകർന്നിരിക്കുന്നത്. പീഡനത്തെ അഴിച്ചുവിട്ട് ഒന്നിനു പുറകെ ഒന്നൊന്നായി ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മെ നിരാലംബരാക്കി ശത്രുവിട്ടിരിക്കുക. നമ്മളെ വായിച്ച വേദഭാഗത്ത് തന്നെ പറയുന്നു, അവരെ പിടിച്ചുകൊണ്ടുപോയ ശത്രുക്കൾക്ക് അവരെ വിടുവാൻ മനസ്സില്ല. അതേ, പിശാച് നമ്മളെ പിടിച്ചു വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ നിന്നും ചില മേഖലകളിൽ നിന്നും നമ്മെ വിട്ടയക്കാൻ അവന് തയ്യാറല്ല. ഫറവോന്റെ സ്വഭാവമാണ്. കാരണം അവന് ചില ലാഭമുണ്ടാക്കണം. പിശാചിനുണ്ടാകുന്ന ലാഭം എന്താണ്? എന്നെ നിങ്ങളെയും കഷ്ടപ്പെടുത്തിയത് കൊണ്ടോ, നമുക്ക് നഷ്ടങ്ങൾ വരുത്തിയത് കൊണ്ടോ, നിരാശ വരുത്തിയത് കൊണ്ടോ എന്താ പിശാചിന് ലാഭം? അവന്റെ ലാഭം ഒന്നേ ഉള്ളൂ, നാം ദൈവത്തിങ്കൽ നിന്നും അകന്നു വരണം. ദൈവത്തിന്റെ ജനം ദൈവത്തോട് അടുത്തിരിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യരിൽ പറഞ്ഞത്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. പിശാച് ഭയങ്കര ബുദ്ധിമാനാണ്, അവൻ ഭയങ്കര തന്ത്രശാലിയാ. ദൈവം നമ്മളെ രക്ഷിക്കാതിരിക്കത്തക്കവണ്ണം അവൻ പല തന്ത്രങ്ങൾ മെനഞ്ഞ് ഒന്നിനു പുറകെ ഒന്നൊന്നായി ശോധനകൾ ഇട്ട് നമ്മെ അവനങ്ങ് തളർത്തി ജയിലറയിലിട്ടിരിക്കുക. എന്നാൽ ഇത് പറഞ്ഞ ദൈവത്തിന്റെ ദാസൻ യിരെമ്യാവ് തന്നെ പറയുകയാ, എന്നാൽ ദൈവം അവരെ വിടുവിക്കും. സ്തോത്രം. എന്നാൽ അവരുടെ വീണ്ടെടുപ്പുകാരെ ശക്തിമാൻ, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. സ്തോത്രം. ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ആരാ? ശക്തിമാനാ. പിശാച് നമ്മെ പീഡിപ്പിച്ച് ബന്ധിച്ചിട്ടിരിക്കുന്ന സകല മേഖലകളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ കഴിയുന്നവനാണ് ദൈവം. രോഗത്താൽ നിന്നെ തളർത്തിയിട്ടിരിക്കുകയാണോ? കടഭാരത്താൽ നിന്നെ തളർത്തിയിട്ടിരിക്കുകയാണോ? ചില ദുർസ്വഭാവത്താൽ നിന്നെ പിശാച് തളർത്തിയിട്ടിരിക്കുകയാണോ? പാപത്തിന്റെ കുഴിയിൽ നിന്നെ തളർത്തിയിട്ടിരിക്കുകയാണോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവം നിന്നെ വിടുവിക്കാൻ പോകുക അവിടുന്ന്. കാരണം എന്റെ ദൈവത്തിന്റെ കരം ബലമുള്ളതാ, ശക്തിയുള്ളതാ. പരിശുദ്ധാത്മാവ് പറയുന്നു, എന്നെ നിങ്ങളെയും അവൻ വിടുവിച്ചെടുക്കാൻ പോകുകയാ. ഇസ്രായേൽ ജനത്തോട് പറയുന്നു, ദൈവാത്മാവ് ദൂത് പറയുന്നു, നിങ്ങളുടെ രക്ഷകൻ ശക്തിമാനത്രേ. ഇന്ന് പകൽക്കാലം നമ്മെ പിശാച് എവിടെയൊക്കെ ഒതുക്കി വെച്ചാലും, നമ്മെ എവിടെയൊക്കെ തളർത്തി വെച്ചാലും, പിശാച് നമ്മെ വിടുവിക്കാൻ പോവാ. പിശാചിന്റെ പിടിയിൽ നിന്നും ദൈവം നമ്മളെ വിടുവിക്കാൻ പോകുകയാണ്. ഞങ്ങൾ വിടുതൽ പ്രാപിച്ചു വരാൻ പോകുകയാണ്. പാപത്തിന്റെ അടിമത്തത്തിൽ നമുക്ക് ദൈവം ഒന്നാമത് വിടുതൽ നൽകുന്നു. വിശ്വസിക്കുന്നവരെ പാപബന്ധനത്തിൽ നിന്നും
ദൈവം വിടുവിക്കുന്നു. 2, വിശ്വസിക്കുന്നവരെ പിശാചിനാൽ ബന്ധിക്കപ്പെട്ടതായ മറ്റു പല മേഖലകളിൽ നിന്നും ദൈവം വിടുവിച്ചു കൊണ്ടുവരുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ശക്തിമാനാണ്. അവന്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിങ്ങളെ വിടുവിപ്പാൻ ശക്തനായി നിങ്ങളുടെ അരികിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിലാണോ തളർന്നു പോയത്, പിശാച് നിങ്ങളെ എവിടെയൊക്കെയാണോ ഒതുക്കിക്കളഞ്ഞത്, ആ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കാൻ പോകുക. വിശ്വസിക്കുക. നിങ്ങളുടെ പാപ വഴികളെ വിട്ട് ദൈവത്തിലേക്ക് വാ. കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണം നിങ്ങളുടെ പാപ ബന്ധത്തിൽ നിന്നും പാപ തളർച്ചയിൽ നിന്നും നിങ്ങളെ വിടുവിക്കാനാണെന്ന് വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് ദൈവപാദത്തിലേക്ക് മടങ്ങി വരിക. അങ്ങനെ വിശ്വസിച്ച പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്നും ഏറ്റവും ഏതെങ്കിലും മേഖലയിൽ പിശാച് നിങ്ങളെ തളർത്തിയിട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളെ വിടുവിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ എല്ലാ മേഖലകളും അവൻ സഹായിക്കും. ആ ദൈവത്തിന്റെ കരങ്ങളിൽ വിട്ടുകൊണ്ട് ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ. ഈ വചനങ്ങളാൽ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.